അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. തൽബീസു ഇബ്ലീസിൽ പറയുന്ന ഒരു സംഭവം കാണാം. നല്ലതുപോലെ അള്ളാഹുവിന് ആരാധന ചെയ്യുന്ന പരിത്യാഗികളായ ആബിദുകളായ ആളുകൾക്ക് ഇബ്ലീസ് അവരെ എങ്ങനെയാണ് പിഴപ്പിക്കുന്നത്, സത്യമാർഗത്തിൽ നിന്നും വ്യതിചലിപ്പിക്കുന്നത് എന്ന സംഭവത്തെ ഈ ഗ്രന്ഥം പറയുന്നത് കാണാം. ഇഹ്തിഖാറുഹുമുൽ ഉലമാ, നല്ലതുപോലെ ആരാധന നിർവഹിച്ച് രാത്രികളെ പകലുകളാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വന്നു ചേരുന്ന വലിയ ഭവിഷ്യത്താണ് ആലിമുകളായ ആളുകളെ, പണ്ഡിതന്മാരെ അവരുടെ കണ്ണിൽ നിസ്സാരക്കാരായി തോന്നും. നാടുനീള വഅ്ള് പറയുന്ന, സ്റ്റേജ് കെട്ടിക്കൊണ്ട് വഅ്ള് പറയുന്ന ഒരു വിഭാഗമായിക്കൊണ്ട് പണ്ഡിതന്മാർ ഒരു മോശക്കാരാണ് എന്നൊക്കെ നമ്മൾ ഇന്ന് തെരുവീതികളിൽ ചില ത്വരീഖത്തിൻ്റെ ആളുകളൊക്കെ പറയുന്നത് കാണാം. ഫഹും യഖൂലൂൻ, അവരിങ്ങനെ പറയും, അൽ മഖ്സൂദു അൽ അമൽ, ഈ ഒരു അറിവ് കൊണ്ടെല്ലാമുള്ള ആത്യന്തികമായ ലക്ഷ്യം എന്നുള്ളത് ആ ഇൽമ് അമലിലൂടെ പ്രവർത്തന ഗോതയിലേക്ക് എത്തലാണ്, പ്രവർത്തന പാന്താവിലേക്ക് നമ്മുടെ അറിവുകളെ മാറ്റുമ്പോഴാണ്. അതുകൊണ്ട് മാത്രമേ കാര്യമുള്ളൂ, കുറേ ഇൽമൊന്നും വേണ്ട, ഉള്ളതനുസരിച്ച് അങ്ങ് ജീവിച്ചാൽ മതി. പക്ഷേ അവരോട് തൽബീസ് ഇബ്ലീസ് എന്ന ഗ്രന്ഥം കൃത്യമായി പഠിപ്പിക്കുന്നു, വലാ യഫ്ഹമൂന അന്നൽ ഇൽമ നൂറുൽ ഖൽബി, അവർ മനസ്സിലാക്കുന്നില്ല ഇൽമ് തീർച്ചയായും അത് ഹൃദയത്തിൻ്റെ പ്രകാശമാണ്. വലൗ അറഫു മർത്തബത്തൽ ഉലമാഇ ഫി ഹിഫ്ദി ശരീഅ, അവരെങ്ങാനും ഈ ഇസ്ലാമാകുന്ന മതനിയമങ്ങളെ സംരക്ഷിക്കുന്ന വിഷയത്തിൽ ഉലമാഇൻ്റെ സ്ഥാനത്തെ അവർ കൃത്യമായി അറിയുമായിരുന്നുവെങ്കിൽ, വ അന്നഹാ മർത്തബത്തുൽ അംബിയാഇ, ഈ മർത്തബ തന്നെയാണ് അംബിയാഉകളുടെയും മർത്തബ എന്നും അവർ അറിയുമായിരുന്നുവെങ്കിൽ, ലഅദ്ദു അൻഫുസഹും, അവർ അവരെ തന്നെ പറയും, കൽബുക്മി ഇൻദൽ ഫുസഹാഇ, നല്ലതുപോലെ വാചാലതയുള്ള നല്ല സാഹിത്യകാരന്മാരുടെ അടുക്കൽ സംസാരിക്കാൻ കഴിയാത്തവരായി അവർ അവരെ എണ്ണുമായിരുന്നു. തീർന്നില്ല, വൽ ഉംയി ഇൻദൽ ബുസറാഇ, കാഴ്ചയുള്ളവരുടെ അടുക്കൽ ഞങ്ങൾ അന്ധന്മാരും കാഴ്ചയുള്ളവർ അത് ആലിമുകളാണെന്നും. മാത്രമല്ല, വൽ ഉലമാഉ അദില്ലത്തു ത്വരീഖ്, സത്യത്തിൽ വെറും ആരാധനകൾ കൊണ്ട് മാത്രം ജീവിതം മുന്നോട്ട് നയിക്കുന്നവരെ അപേക്ഷിച്ചുകൊണ്ട് ഉലമാ അവർ എല്ലാവർക്കും സത്യപാന്താവിനെ കാണിച്ചു കൊടുക്കുന്ന വഴിവിളക്കുകളാണത്രേ. വൽ ഖൽഖു വറാഅഹും, അവർക്കു പിന്നിലാണ് മറ്റെല്ലാ സൃഷ്ടികളെന്നും തൽബീസു ഇബ്ലീസ് എന്ന ഗ്രന്ഥം കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സഹ്ൽ ബിൻ സഅദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും റളിയല്ലാഹു അൻഹുമ രണ്ടുപേരും റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം, അവരുടെ സ്വഹീഹിൽ കൊണ്ടുവരുന്നത് കാണാം. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, മുത്തുനബി പറഞ്ഞുവത്രേ, ആരോട്? ലി അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, വല്ലാഹി ലഅൻ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദ ഖൈറുൻ ലക മിനദ് ദുനിയ വമാ ഫീഹാ. മറ്റൊരു റിപ്പോർട്ടിൽ ഖൈറുൻ ലക മിൻ ഹുമുദിൻ നഅമി, നീ കാരണം ഒരാൾ നന്നായാൽ, ഹിദായത്തിൻ്റെ വഴിയിലേക്ക് അവർ വന്നാൽ, അതാണ് നിനക്ക് ദുനിയാവും ദുനിയാവിലുള്ളതിനേക്കാളും എന്തെല്ലാമുണ്ടോ അതെല്ലാം ലഭിക്കുന്നതിനേക്കാൾ ഉത്തമം അതാണ് അലിയെ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഉലമാഉകളെ നമ്മുടെ നാവുകൊണ്ട് നാം മോശക്കാരാക്കരുത് എന്നതാണ് പറഞ്ഞതിൻ്റെ ആകത്തുക. അള്ളാഹു നമുക്ക് ഈമാനും തഖ്വയും വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.